പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഗീതു പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗോവിന്ദ്. ഇതേ തുടർന്ന് ഗീതുവിനെ എടുത്തുയർത്തിക്കൊണ്ട് തൻ്റെ സന്തോഷം ഗോവിന്ദ് പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് രാധികാമ്മ. ഇതേ തുടർന്ന് രാധികാമ്മ പറയുകയാണ്, എന്തൊക്കെയാണ് ഗോവിന്ദ് കാണിക്കുന്നത്? ഗോവിന്ദിനെ അവൾ ചതിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് വെറുതെ ഇങ്ങനെ സന്തോഷിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് വരുണിന്റെ ഭാര്യ. വിവാഹം കഴിഞ്ഞിട്ട് സ്ത്രീകൾ പ്രഗ്നന്റ് ആകുന്നത് നോർമലാണ് എന്ന് വ്യക്തമാക്കുകയും ആ സന്തോഷമാണ് ഗോവിന്ദിന്റെ മുഖത്ത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോയിരിക്കുകയാണ് രാധികാമ്മയും അതുപോലെ തന്നെ വരുണും. ഞാൻ ജീവിതത്തിൽ കാത്തിരുന്ന ആ സന്തോഷ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ എന്നെ അറിയിച്ചത്. എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആണ്. ഞാൻ അച്ഛനാവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇവൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ തന്നെ ഞാൻ നൽകും. യാതൊരു വിധത്തിലുമുള്ള ബുദ്ധിമുട്ട് ഗീതുവിന് ഉണ്ടാവുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് ഗീതുവിനെ കൊണ്ടുപോവുകയാണ് ഗോവിന്ദ്. ഇതോടെ വരുണിനോട് ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ടായല്ലോ എന്ന് പറയുന്ന രാധികാമ്മ ഇതുവരെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെല്ലാം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവൻ മറന്നു കളയാൻ തയ്യാറാകുമെന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ട വരുൺ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എന്തെങ്കിലും ഒരു ഉപായം ഉടൻ തന്നെ കണ്ടുപിടിക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും ഗീതുവിനെ ഇവിടെ നിന്ന് പുറത്താക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം ഇപ്പോൾ അത്രയധികം ഇഷ്ടത്തിലായിരിക്കുകയാണ് അവർ. അവരെ ഇനി പിരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി പുതിയൊരു തന്ത്രം പ്രയോഗിക്കാതെ നമുക്ക് രക്ഷയില്ല എന്നുള്ളതാണ് സത്യം. എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും. ഇത് കേൾക്കുന്ന വരുൺ ആ കുട്ടിയെ ഇല്ലാതാക്കിയാലോ എന്ന് ചോദിച്ചിരിക്കുകയാണ് രാധികാമ്മയോട്. അങ്ങനെയാണ് എങ്കിൽ പ്രശ്നങ്ങൾ ഒഴിവാവുകയില്ലേ എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന രാധികാമ്മ, നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ഗീതുവിനോ അതോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ചോദ്യം നമുക്ക് നേരെയാണ് ആദ്യം ചൂണ്ടുക. കാരണം അവർക്ക് സംശയം നമ്മളെയാണ്. അതുകൊണ്ട് തന്നെ എടുത്തിയാടി മണ്ടത്തരം കാണിക്കാതെ നല്ലൊരു അവസരത്തിനായി കാത്തിരിക്കുക. അതുമാത്രമാണ് നമുക്ക് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത്. നമുക്കുള്ള അവസരം നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. മാത്രവുമല്ല, ഇപ്പോൾ ഈ വീടിൻ്റെ അനന്തരാവകാശിയാണ് അവളുടെ വയറ്റിൽ ഉള്ളത് എന്നുള്ള കാര്യവും മറക്കേണ്ട. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഒന്ന് തെറ്റിയാൽ മതി, കാര്യങ്ങൾ തിരിച്ചടിയായി നമ്മളെ തേടിയെത്തും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇനി മുന്നോട്ട് നീങ്ങാൻ. ഇതേ സമയം ഗീതു പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിയുന്നത് വിജയലക്ഷ്മിയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഉടൻ തന്നെ ഗീതുവിനെ കാണുന്നതിനായി താൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം വിജയലക്ഷ്മി ഫോൺ ചെയ്ത് അറിയിച്ചിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.